ഈ ശബരിമല പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ ഉണ്ടായ സമയത്ത് പുതിയ പുതിയ അമ്പലങ്ങളിൽ നിന്ന് മോഷണം നടന്നു എന്നുള്ള പുതിയ ആരോപണങ്ങൾ വരുന്നു. ഈ സമയത്തൊക്കെ ഹിന്ദു സമാജം താരതമ്യേന എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അതിൻ്റെ ഒരു കാരണം ചില സമയത്തെങ്കിലും തോന്നാറുള്ളത്, ഒന്ന് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ, രണ്ട് ആചാരത്തിൽ അനുഷ്ഠാനത്തിലൊക്കെ അല്ലെങ്കിൽ എല്ലാത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഓരോരുത്തർക്കും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ പറയാൻ പാകത്തിലുള്ള ധാരാളം ഓപ്ഷൻസ് കിടക്കുകയും ആ ഓപ്ഷൻസ് എല്ലാവരും ഉപയോഗിച്ചിട്ടൊരു ഒരു ഒരുമിച്ചുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ സമാജത്തിനുണ്ട്. അത് എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? ഒന്ന്, പല അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഇല്ലാത്തത്. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ എല്ലാവർക്കും സ്വീകാര്യനായ, അവർക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ പഴയ കാലത്ത് ഇവിടെ സാമാജികമായിട്ട് ആളുകളെ സംഘടിപ്പിച്ച ആചാര്യന്മാരെ അല്ലെങ്കിൽ സാമാജികമായിട്ടുള്ള നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ ഇന്നത്തെ കാലത്തുള്ള കമ്മ്യൂണിക്കേഷൻ സാഹചര്യങ്ങളൊന്നുമില്ലാതെ കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് പേരാണ് അണിനിരന്നിരുന്നത്. അതെ. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ഇതിലാവാം, അല്ലെങ്കിൽ NSSൻ്റെ ഇതിലാവാം, ഒക്കെ എല്ലാ കാര്യങ്ങളിലും. അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ, സദാനന്ദ സ്വാമികൾ, ശുഭാനന്ദ ഗുരുദേവൻ, ഇങ്ങനെയൊക്കെ അവർ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തേക്കാൾ വളരെയേറെ കൂടുതലായിരുന്നു. ഇപ്പോൾ ശുഭാനന്ദ ഗുരുദേവനൊക്കെ ഒരു അറയ്ക്കകത്ത് അടച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് കാലങ്ങളോളം, പുറത്തേക്ക് വരാൻ പറ്റാതെ. എന്താ അതിൻ്റെ അന്നത്തെ ജാതീയമായിട്ടും മറ്റുള്ള രീതിയിലുമൊക്കെ. കാരണം അദ്ദേഹം സാമുദായികമായി പറയ സമുദായത്തിൽ നിന്ന് വന്ന ഒരു ആധ്യാത്മിക മഹാപുരുഷനായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ആൾ നേരിട്ടിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഇന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആശ്രമങ്ങളിലൊന്നാണ്, ഒരുപാട് ശിഷ്യരും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയുള്ള. അപ്പം അങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ അഭാവമാണ് സത്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ളൊരു സാമാജിക മുന്നേറ്റം ഉണ്ടാവത്തേൻ്റെ ഒരു പ്രധാന കാരണം. അവർക്ക് വിശ്വസിക്കാൻ, എല്ലാവർക്കും വിശ്വസിക്കാൻ തോന്നുന്ന എല്ലാവരുടെയും ശബ്ദമായിട്ടുള്ള ഒരു നേതൃത്വത്തിൻ്റെ അഭാവം. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് തോന്നിയിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഈ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ നിന്ന് പറയുന്നത് പോലെ എതിരായി നിൽക്കുന്നവർക്കും അനുകൂലമായി നിൽക്കുന്നവരിലും ഒക്കെ ഇതിൻ്റെ പലതരത്തിലുള്ള കറകൾ പൊതുവായിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പറ്റില്ല, എങ്ങനെയാണ് അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം വരും. പിന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ സാമ്പ്രദായിക വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പറഞ്ഞാൽ ഇന്ന് ഒരു പൊതു കോസിൻ്റെ മുമ്പിൽ അതൊന്നൊരു വ്യത്യാസമേ അല്ല. കാരണം കേരളത്തിലെ പോലെയല്ല ഉത്തരേന്ത്യയിലൊരു സാഹചര്യം. കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ഒരു ഒരു ജാതി പ്രകടമാണ് ഇവിടുത്തെ പോലെ. പോലും ചില പൊതുകാര്യങ്ങളിൽ അവിടെ പൊതുകാര്യങ്ങളിൽ അവർക്ക് ഒന്നിക്കുന്നതിന് ഇതൊന്നൊരു തടസ്സമല്ല. അപ്പം ഏറ്റവും ഉദാഹരണം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേള തന്നെയാണ്. കുംഭമേളയിൽ ഗംഗായിൽ ഒരുമിച്ച് കുളിക്കുകയും ഒരുമിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലുമൊക്കെ നിങ്ങൾക്ക് ഒരാളുടെയും ജാതി തിരിച്ചറിയാൻ പറ്റില്ല. ഒരാളും അടുത്തുള്ള ഒരാളുടെ ജാതി ചോദിക്കുന്നില്ല. കുംഭമേളയിലെ ഭണ്ഡാരയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ആരും ആരുടെയും ജാതി അറിയുന്നില്ല. എല്ലാവരും ഒരുമിച്ചാണ് വന്ന് ഈ സന്യാസിമാരുടെ പ്രസാദം കഴിച്ചു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ജാതിയെ മറന്നുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും ഒരു ഗുരുവിൻ്റെ ഉപദേശം അവിടെ അവരുടെ ജീവിതത്തിലുണ്ട്, നിത്യജീവിതത്തിലുണ്ട്. രണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാമാജികമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ളൊരു ജീവിതത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളുമാണ്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ദൃഢതയുള്ള നേതൃത്വവുമുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും ദൃഢതയുള്ള, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര എക്സ്ട്രീമിസ്റ്റുകളാണ് അല്ലെങ്കിൽ വൈകാരികമാണെന്നൊക്കെ പറയാതിരിക്കാം. പക്ഷെ ആ വൈകാരികമായിട്ടുള്ള നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. ആ വൈകാരികതയിൽ അവർ വെള്ളം ചേർക്കാറില്ല. നമുക്കിവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിക്കാനോ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനോ ഒരു 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 സംവിധാനമില്ല എന്നുള്ളത് തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആന എഴുന്നള്ളിക്കണോ വേണ്ടയോ, വെടിക്കെട്ട് വേണോ വേണ്ടയോ, അതല്ലെങ്കിൽ ആചാരങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ എപ്പോഴും ഉണ്ട് രണ്ട് വശം പറയാൻ ആൾക്കാർ. രണ്ട് സ്ഥലത്തും
നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇത് ഈ കൺഫ്യൂഷൻ തീർക്കാൻ ഇതിന് എന്തെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെയോ പ്രമാണത്തിൻ്റെയോ ബേസിൽ സംസാരിച്ച് ആരാണോ പറയുന്നത് അതിലേക്ക് എത്താനുള്ള ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയും ഈഗോ ഇല്ലായ്മയും സാധ്യമാണോ? അങ്ങനെ നമുക്ക് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒന്ന് എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം, നമ്മളെല്ലാറ്റിലും എല്ലാറ്റിനെയും ഒന്നാക്കാൻ പരിശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരുടെ വാസനയും സംസ്കാരവും ഒക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഭിന്നമായിട്ടുള്ള വഴികൾ ഇവിടെയുണ്ട്. കള്ളന് ധർമ്മശാസ്ത്രമുണ്ട്, ചോരശാസ്ത്രമുണ്ട്. കള്ളൻ്റെ ധർമ്മശാസ്ത്രം അധ്യാപകനെ പഠിപ്പിച്ച, അല്ലെങ്കിൽ അധ്യാപകൻ്റെ ധർമ്മശാസ്ത്രം കള്ളനെ പഠിപ്പിച്ച, രണ്ടും നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ ആചരണങ്ങളുള്ളത്, ഓരോ സംസ്കാരങ്ങളുള്ളത്, ഓരോ ആഘോഷങ്ങളുള്ളത് ഒക്കെ ദേശവും കാലവും സമുദായവും സാഹചര്യങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു പരമ്പരയിലെ അല്ലെങ്കിൽ വേറൊരു ശീലത്തിൽപ്പെട്ട ഒരാളുടെ യുക്തിയോ പ്രമാണമോ അല്ല അവിടെ ശരി. അതിനെയൊക്കെ ഭിന്നമായി കണ്ട് ആ ഭിന്നമായിട്ടുള്ള സംഗതി അത് ആകത്തുകയിൽ സമൂഹത്തെ, പ്രപഞ്ചത്തെ വല്ലാതെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പുകയില്ലാണ്ട് തീയില്ല എന്ന് പറയുന്ന പോലെ എല്ലാറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ ഒരു ടോട്ടാലിറ്റിയുടെ ഭാഗമാണ്. അല്ല എല്ലാം ഭംഗിയായിട്ട് എല്ലാം ശരിയായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ സമാജത്തിനെ ഒരുമിപ്പിച്ച് നിർത്താനും, കാരണം ഇപ്പോൾ മനുഷ്യൻ നമുക്ക് എന്താ പറയുക, ശാസ്ത്രത്തിൽ മാത്രം ധാരണയുള്ള ആളുകളുണ്ട്, യോഗമാർഗത്തിൽ കൂടെ പോകുന്ന ആളുകളുണ്ട്, ഭക്തി മാർഗത്തിൽ കൂടെ പോകുന്ന ആളുകളുണ്ട്, അങ്ങനെ പല മാർഗങ്ങളിൽ കൂടെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ യോഗമാർഗത്തിൽ കൂടെ പോകുന്ന ആൾ എൻ്റെ മാർഗം മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാവരും ഇതിലേക്ക് വരണം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന അതാണ്. പക്ഷേ ജ്ഞാനമാർഗിക്ക് മറ്റൊന്നാണ്, ഭക്തിമാർഗിക്ക് വേറൊന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു കാട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ മാൻ മാത്രമല്ല, പുലി മാത്രമല്ല, പഴുതാര മാത്രമല്ല, മന്മരങ്ങൾ മാത്രമല്ല, ചെടികൾ മാത്രമല്ല, മുള്ളു മാത്രമല്ല, വിഷച്ചെടികൾ മാത്രമല്ല എന്ന് പറയുന്നത് പോലെ എല്ലാറ്റിനും ചേർന്നുകൊണ്ടാണ് ആ വനത്തിൻ്റെ ഗാംഭീര്യവും സൗന്ദര്യവും ഒക്കെ നൽകുന്നത്. അപ്പോൾ ഇതിനെ ആ ഒരു സമഗ്രതയിൽ കാണുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. ആ സമഗ്രതയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമാധ്യക്ഷൻ കൂടിയായിരുന്നു രാജാക്കന്മാർ. കാശി രാജാവാണ് ഭാരതത്തിൽ ആചാരപരമായിട്ടും മുഹൂർത്തപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ തീരുമാനം പറഞ്ഞിരുന്ന ആൾ. കാശി രാജാവ് പരമ്പരാഗതമായിട്ട് അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മാവൻ മരുമകൻ എന്നുള്ള പരമ്പരയിലല്ല, വിദ്വത കൊണ്ടാണ് കാശി രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത് പഴയ കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും അംഗങ്ങളാണ്. അതുകൊണ്ട് തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒക്കെ കാശിയിൽ കൊട്ടാരങ്ങളുണ്ട്. കാശി രാജാവിന് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും സ്ഥാനമുണ്ട് കാശി രാജാവിന്. അങ്ങനെ ഭാരതത്തിലെല്ലായിടത്തും സ്ഥാനമുണ്ട്. അപ്പോൾ അത് വിദ്വത് സഭ കൂടിയാണ് കാശി രാജാവിൻ്റെ സഭ. കാശി രാജാവ് വിദ്വത് സഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനം മുഹൂർത്ത വിഷയങ്ങളിൽ, ആചാര വിഷയങ്ങളിലൊക്കെ ഭാരതത്തിൽ അവസാന വാക്കായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും രാജാക്കന്മാർ ഹിന്ദു ധർമാധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു അധികാര സ്ഥാനത്തിൻ്റെ അഭാവം ഇന്നുണ്ട്. വിദ്വതയുള്ള ആചാര്യന്മാരുടെ കുറവുമുണ്ട്. അപ്പോൾ ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്നും സാധ്യമാകുന്ന ഒന്നാണ്. പക്ഷേ ആ സാധ്യമാകുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ആചാര്യന്മാരും എൻ്റെ വഴിയാണ് പരമപ്രധാനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് എത്താനില്ല. ഇതിൻ്റെ സമഗ്രതയായി കണ്ടുകൊണ്ട് അതിൽ വരുന്ന ചില സമാജത്തിനും പ്രപഞ്ചത്തിനും ഒക്കെ വല്ലാതെ വഴിതെറ്റിപ്പോകുന്ന എന്തെങ്കിലും കാലക്രമത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് ആ ഒരു വിശാലതയോടുകൂടി സമഗ്രതയോടുകൂടിയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഉണ്ടായി വരും. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ വേറൊരു പ്രശ്നമായിട്ട് മാറും.